വിദ്യാർത്ഥികളുടെ 17ാമത് കാസർഗോഡ് ജില്ലാതല ജൈവ വൈവിധ്യ കോൺഗ്രസ് കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ശാക്തീകരിക്കപ്പെട്ട യുവ മനസ്സുകളും ജൈവ വൈവിധ്യ സംരക്ഷണവും എന്ന മുഖ്യ പ്രമേയം മുൻനിർത്തിയാണ് കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ 17ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസ് നടന്നത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ജില്ലയിലെ 50ഓളം സ്കൂളുകളിൽ നിന്നുള്ള 110ഓളം കുട്ടികൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാരണം ഓരോ സസ്യങ്ങളും ഓരോ രീതിയിലായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതിനെ സഹായിക്കാൻ ഓരോ ജന്തുവിനും ജീവിക്കാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥയാണ് അത് സൃഷ്ടിക്കുന്നത്. നമുക്ക് തന്നെ ജീവിക്കാൻ ആവശ്യമായ ഒരു ആവാസ വ്യവസ്ഥയാണ് മൊത്തത്തിൽ ഉണ്ടാകുന്ന സസ്യങ്ങളും ജന്തുക്കളും ജീവജാലങ്ങളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായി ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. പ്രകൃതിദത്തമായിരിക്കണം. ആ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് എന്താണോ നമ്മുടെ പ്രകൃതിയിൽ ഇപ്പോൾ ഉള്ളത് 10 വർഷം കഴിഞ്ഞാലും അത് പ്രകൃതിയിൽ കാണത്തക്ക രീതിയിലേക്ക് നമ്മുടെ ഇടപെടലുകൾ വികസനം വേണം. ആ വികസനം വരുമ്പോഴും ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കാതെ, പ്രകൃതിയെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാത്ത രീതിയിലേക്ക് വികസനം കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ അധ്യക്ഷനായി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ വേണുനാഥൻ, പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേലത്ത്, ജില്ലാ കോർഡിനേറ്റർ വി എം അഖില എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി പുരയിട ജൈവ വൈവിധ്യ പഠനം, അവതരണം, പെൻസിൽ ഡ്രോയിങ്, പെയിന്റിംഗ് എന്നീ ഇനങ്ങളിൽ ജൂനിയർ സീനിയർ വിഭാഗക്കാർക്കും പ്രൊജക്ട് അവതരണത്തിൽ ജൂനിയർ സീനിയർ കോളേജ് വിഭാഗക്കാർക്കുമായി മത്സരങ്ങൾ നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.